ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ആന്റി ഇമിഗ്രേഷൻ ലോസും പ്രൊട്ടക്ഷനുകളെയും പറ്റി നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. പിന്നെ വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇതാണല്ലോ. നമുക്ക് ഇന്ന് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും ഈ കുടിയേറ്റം അല്ലെ ആന്റി ഇമിഗ്രേഷൻ ലോസ് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ് അല്ലെ കുടിയേറ്റത്തിന് അഗൻസ്റ്റുള്ള പ്രതിഷേധം, അതിനകത്ത് നിയമങ്ങളൊന്നും ശരിക്കും പുതിയതൊന്നും അല്ല. ഇത് കാലാകാലങ്ങളായിട്ട് സെഞ്ചുറികളായിട്ട് പല രാജ്യങ്ങളിലും ഉള്ളതാണ്. പക്ഷെ ഇപ്പൊ അടുത്ത സമയത്ത് ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നതിന്റെ ഒരു കാരണം ഇത് നമ്മൾ മേ ബി ഇന്ത്യയിലെ ജനങ്ങളെ പല രീതിയിൽ ഇത് എഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കൂടുതലും ഉണ്ടാകുന്നത് നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിലാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നും ആണ് ഈ ഡെവലപ്ഡ് കൺട്രീസിലേക്ക് ആൾക്കാര് പല കാരണങ്ങൾ കൊണ്ട്, അതായത് വരുമാനത്തിലുള്ള പിന്നെ ഇൻക്രീസ് അല്ലെ, വരുമാനത്തിലുള്ള വ്യത്യാസം, അതുപോലെ ലിവിങ് സ്റ്റാൻഡേർഡിലെ വ്യത്യാസം, പിന്നെ എഡ്യൂക്കേഷൻ, ഇങ്ങനെ പല കാരണങ്ങളാലായിട്ടാണ് ആളുകൾ പോകുന്നത്. ഇപ്പം നമുക്ക് യു എസ് എയുടെ കാര്യം തന്നെ. അപ്പൊ യു എസ് എയിലെ ട്രംപ് 2016 അധികാരത്തിൽ വന്നപ്പം മുതൽ ഈ അമേരിക്കയിലെ കുടിയേറ്റത്തിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു സ്റ്റാൻഡ് എടുത്ത ആളാണ്. അപ്പൊ അത് രണ്ട് രീതിയിലുള്ള കുടിയേറ്റമാണ്. ഒന്ന് ഇല്ലീഗൽ കുടിയേറ്റം, അതായത് മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ നിന്നും മറ്റ് ഇന്ത്യയിൽ നിന്നും ആൾക്കാരുണ്ട്. നമ്മൾ കണ്ടാണല്ലോ ഇന്ത്യയിലെ ഒത്തിരി ആൾക്കാരെ അവരുടെ എയർഫോഴ്സ് വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ച, അത് നമ്മൾ അടുത്ത സമയത്ത് വായിച്ചാണ്. ട്രംപ് ഇപ്പൊ രണ്ടാമത് അധികാരത്തിലേറ്റതിന് ശേഷം. അപ്പം ഈ ഇല്ലീഗൽ കുടിയേറ്റം, അതായത് യാതൊരു വിധമായ ലീഗലായിട്ടുള്ള നടപടികളൊന്നും കണക്കാക്കാതെ ഇഴഞ്ഞു കയറിയിട്ടുള്ള ആൾക്കാർക്ക് അഗൻസ്റ്റ് ആയിട്ട് അവരെ തിരിച്ചു വിടുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും അവിടെ ജോലിക്കും മറ്റുമായിട്ട് വരുന്ന ആൾക്കാർക്ക് അഗൻസ്റ്റ് ആയിട്ട്. അതിന്റെ ഏറ്റവും വലിയ അവസാനം നമ്മൾ കണ്ടാണ് H1B വിസ ഒക്കെ. പിന്നെ ഇനിയും സെപ്റ്റംബർ 21 ശേഷം H1B വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർക്ക് അവരുടെ നോർമലായിട്ടുള്ള ചാർജസിന് കൂടെ 1 lakh USD കൂടെ പേ ചെയ്യണം FE. അതുപോലെ തന്നെ ഇത് റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികൾക്ക്, അപ്പൊ ഈ H1B വിസയുടെ ഫീസൊക്കെ നോർമലി കമ്പനികളാണ് ഇത് ചെയ്യുന്നത്. കാര്യം കമ്പനിയാണല്ലോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിന്റെ കൂടെ 25% ടാക്സ് കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു 1 crore കൂടുതൽ, ഇന്ത്യൻ റുപ്പീസ് 1 crore അധികമായിട്ട് വരുമ്പോൾ ഇത് കമ്പനികൾക്കൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആവും. അവര് പല രീതിയിലും അത് റെസ്ട്രിക്ട് ചെയ്യും. അത്യാവശ്യമുള്ള ആൾക്കാരെ മാത്രമേ കൊണ്ടുവരും. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യത്തിലേക്ക് വരും. പിന്നെ അതാണ് ഇപ്പൊ US നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രംപിന്റെ ആദ്യ ടെന്യൂറിൽ ഇപ്പോഴും അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ ഇമിഗ്രേഷൻ ഇത് ചെയ്യുന്നത്. അവരുടെ പല രീതിയിലുള്ള, ഇപ്പം ഇമിഗ്രേഷൻ നിർത്തിവെക്കുന്നത് അതിന്റെ കാരണം പല രീതികളാണ്. അപ്പൊ അവിടെ ടാക്സ് പേയേഴ്സിന്റെ മണി ഉപയോഗിച്ചുള്ള സോഷ്യൽ വെൽഫെയർ ഒക്കെ അനുഭവിക്കുന്നു പറഞ്ഞ അലിഗേഷൻസ്. പിന്നെ അതുപോലെ തന്നെ അമേരിക്കക്കാരുടെ ജോലി തട്ടിയെടുക്കുന്നുള്ള അലിഗേഷന്. പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പം ഈ H1B വിസ കൂടെ കണ്ട് ഒരു നല്ല വരുമാനവും ഗവൺമെന്റ് കിട്ടുമെന്നുള്ളതാണ്, മനസ്സിലായില്ലേ? അപ്പം ഇതാണ് അമേരിക്കയുടെ സംഭവം. പിന്നെ നമ്മള് യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ യൂറോപ്പില് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ അഭയാർത്ഥികളുടെ പ്രശ്നമാണ്. അവിടെ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി ഇമിഗ്രേറ്റ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ അസൈലം തേടി വരുന്ന, അതായത് അഭയം തേടി വരുന്ന അഭയാർത്ഥികൾ, അതായത് മിഡിൽ ഈസ്റ്റ് വാറുകളിൽ നിന്നും, പിന്നെ അതുപോലെ ഇപ്പം സിറിയൻ സിവിൽ വാർ, ഇതിൽ കൂടെ ഒക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ് അവിടെ വന്ന് കുടിയേറി പാർത്തത്. അപ്പൊ അത് കാലങ്ങളായിട്ട് ഈ പല പൊളിറ്റീഷ്യൻസും അതിനെ ഇത് ചെയ്തിട്ടുണ്ട്. മീനിങ് ലെഫ്റ്റ് ചായ്വുള്ള പാർട്ടികളും പിന്നെ അതുപോലെ ലിബറലായിട്ടുള്ള പാർട്ടികളും ഒക്കെ അതിനെ ഇത് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര കാലങ്ങളായിട്ട്, അത് അടുത്ത സമയത്ത് അത് ഭയങ്കര പ്രൊട്ടസ്റ്റുകൾക്ക് വേണ്ടി വധിച്ചു. അത് ഫാർ റൈറ്റ്, അതായത് തീവ്ര വലതുപക്ഷക്കാരാണ് ഇതിനെ എതിർക്കുന്നത്. ഇപ്പം ട്രംപ് പറഞ്ഞാലും, റിപ്പബ്ലിക്കൻ പാർട്ടി ഒരു ഫാർ റൈറ്റ് പാർട്ടിയാണ്. ട്രംപ് അതിലൊരു വലതുപക്ഷ തീവ്രവാദിയാണ്. അപ്പം
ഇവരുടെ വാദം എന്താണ്? ഇപ്പൊ ഈ നമ്മൾ അമേരിക്കയുടെ കാര്യത്തിലായാലും, അമേരിക്ക കൂടുതൽ യൂറോപ്പിന്റെ കാര്യത്തിലായാലും ഇതിന്റെ കാരണങ്ങൾ പലതാണ്. എന്തുകൊണ്ടാണ് അവർ എതിർക്കുന്നത്? ഒന്നാമത്തെ കാര്യം എക്കണോമിക്കലാണ്. എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ കുടിയേറി പാർത്ത് വരുന്ന ആൾക്കാർക്ക് ഈ അവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്ന ടാക്സ് ഉപയോഗിച്ചിട്ടുള്ള സോഷ്യൽ വെൽഫെയർ സ്കീംസിനുള്ള ആക്സസിബിലിറ്റി കിട്ടുന്നത്. പിന്നെ രണ്ടാമത്, ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാര് കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യുമ്പം അത് അവിടുത്തെ വേജ് സ്ട്രക്ചറിനെ തന്നെ ബാധിക്കും എന്നുള്ളത്. രണ്ടാമത്, ഈ ഇതുമൂലം എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ മാറ്റി ഇവരെ വേജ് കുറവായതുകൊണ്ട് അവരെ നിയമിക്കുന്ന ഒരു അവസ്ഥ. പിന്നെ രണ്ടാമത്തേത് കൾച്ചറലായിട്ടുള്ള, അതായത് അവരുടെ ഒരു കൾച്ചർ ഉണ്ടല്ലോ, ഒരു ബേസിക് ആയിട്ടുള്ള കൾച്ചറിലേക്കുള്ള ഒരു കടന്നുകയറ്റം, ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച്, ഇതൊക്കെ അവർ കാണുന്നുണ്ട്. പിന്നെ വേറൊരു, അത് മിത്താണോ അതോ സത്യമാണോ എന്ന് പറയാൻ പറ്റില്ല, പകുതി സത്യവും പകുതി മിത്തുമാണ്. അതായത് ഈ പുറത്തുനിന്ന് വന്ന് അവിടെ ഇമിഗ്രന്റ് ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാർ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളിലും വയലൻസിലും ഒക്കെ, അവിടുത്തെ ഒത്തിരി ഇല്ലീഗൽ ആക്ടിവിറ്റീസിലും ഒക്കെ അവര് ഭാഗമാക്കണം. ഇപ്പം മെക്സിക്കൻസ് ഒക്കെ അവിടെ ഡ്രഗ് മാഫിയകളൊക്കെ ഉണ്ടെന്ന് അമേരിക്കയിൽ പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ യൂറോപ്പിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ പല രീതിയിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, അങ്ങനെ പല കാരണങ്ങളാണ് ഉള്ളത്. അപ്പം ഇപ്പം നമ്മളെ ഒരു കാര്യം നോക്കി, 2016 യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകണോ പോകണ്ടായെന്ന് യു കെയിൽ ഒരു വോട്ടുണ്ടായിരുന്നു. ബ്രെക്സിറ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പൊ അതിനകത്ത് അവര് പുറത്തു പോകണമെന്നാണ് അവിടുത്തെ ജനങ്ങൾ ഇത് ചെയ്തത്. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാല്, EU എന്ന് പറയുന്ന രാജ്യങ്ങളെല്ലാം കൂടെ കൂടിയ, രാഷ്ട്രങ്ങളെല്ലാം കൂടെ കൂടിയ, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടിയ EU യൂറോപ്യൻ യൂണിയനിലെ ഈ വരുന്ന അഭയാർത്ഥികളെ എല്ലാ രാജ്യങ്ങളും കൂടെ ഡിവൈഡ് ചെയ്യണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതിൽ UK ജനങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവര്, ഒരു കാരണം ഇതിന് പോകാനുള്ള ഒരു കാരണം അതാണ്. മറ്റു വേറെ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അപ്പം യൂറോപ്പിൽ ഇത് ഇപ്പം, അതായത് കുറെ നാളായിട്ട് ഇതിനെ ആൾക്കാർ വാൺ ചെയ്യുന്നുണ്ടെങ്കിലും, എസ്പെഷ്യലി ഇപ്പൊ അമേരിക്കയിലെ ട്രംപ് ആയാലും എലോൺ മസ്ക്, ഇവരെല്ലാം ഇതിനു വേണ്ടി അതായത് ഇവിടെ കുടിയേറ്റം അവരുടെ രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ വരെ പറയാൻ തുടങ്ങി. അടുത്ത സമയത്ത് അത് ജനങ്ങളും അത് ഏറ്റുപിടിക്കാൻ തുടങ്ങി, ജനങ്ങളും അതിനെ എതിർക്കാൻ തുടങ്ങി. അപ്പൊ അതൊരു ഇപ്പൊ ഒരു മൂവ്മെന്റ് ആയിട്ട് വരികയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയയുടെ കാര്യം, ഇപ്പൊ അടുത്ത സമയത്ത് ഓസ്ട്രേലിയയിലെ ആന്റി ഇമിഗ്രേഷൻ ആണോ എന്ന് ചോദിച്ചാലാണ്, കൂടുതൽ ഇന്ത്യക്കാർക്ക് എഗൻസ്റ്റ് ആയിട്ടായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ പ്രൊട്ടസ്റ്റ്. അതിന്റെ മെയിൻ കാരണം എനിക്ക് തോന്നുന്നു, ഈ അടുത്ത കാലത്തായിട്ട് കണ്ട വളരെയധികം ഇന്ത്യൻസ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഈ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ് അതിനുള്ള പിന്നെ ഇതിനെ പ്രകോപിപ്പിച്ചെന്നുള്ളതാണ്. അതായത് ഇങ്ങനൊരു പ്രൊട്ടസ്റ്റിനെ ഇത് ചെയ്തു എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഇമിഗ്രേഷന്റെ കാര്യം. ആന്റി ഇമിഗ്രേഷൻ അല്ലെ കുടിയേറ്റത്തിന് അഗൻസ്റ്റ് ഉള്ള പ്രതിഷേധങ്ങളുടെയും നിയമങ്ങളുടെയും ഒക്കെ കാരണങ്ങൾ. ഇത് എങ്ങനെയാണ് ഇന്ത്യക്കാരെ എത്രമാത്രം ഇത് ബാധിക്കും? സോ ഇന്ത്യക്കാരെ ബാധിക്കുന്നത്, ഇപ്പൊ US കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഈ H1B വിസയുടെ കാര്യത്തിൽ ഇന്ത്യക്കാർക്ക് അതൊരു ആഘാതമാണ്. കാര്യം എന്ന് വെച്ചാല്, ഒരു വർഷം ഇന്ത്യ ഈ US ഒരു H1B വിസ എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് അവിടെ പോയി ജോലി ചെയ്യാനുള്ള ഒരു വിസയാണ്, മനസ്സിലായില്ലേ? അപ്പൊ അതിന് 65,000 വിസകളാണ് ഓരോ വർഷം ഇത് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഒരു 20,000 ഈ വളരെ എന്താ പറയുക സൂപ്പർ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനു വേണ്ടി ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ 85,000 ആണ് ടോട്ടൽ ആയിട്ടുള്ള H1B വിസയുടെ കോട്ട. അത് ഇതുവരെ കൊടുത്തിരുന്നത് റാൻഡം ബേസിലാണ്, ഒരു വോട്ടിംഗ്, ഒരു ലോട്ടറി എടുക്കുന്ന പോലുള്ളൊരു രീതിയിലായിരുന്നു. അപ്പം ഇതിനകത്ത് 70% അടുത്ത കാലങ്ങളിൽ ഈ കോട്ട ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻസ് ആണ്. മനസ്സിലായി? ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇന്ത്യൻ കമ്പനികളും അവിടെയുള്ള ഇന്ത്യൻ കമ്പനികളും അല്ലാത്ത കമ്പനികളും ഇന്ത്യൻസ് ചീപ്പായിട്ടുള്ള ലേബർ ഇതായതുകൊണ്ട്, മറ്റു കമ്പാരിറ്റീവ്ലി അവിടുത്തെ ലോക്കൽസിനെ അപേക്ഷിച്ച് ആയതുകൊണ്ടുമാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അവരുടെ രാജ്യത്തെ ടെക് ഫീൽഡിലും ഒക്കെ ഇന്ത്യക്കാർ അതുമൂലം അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്രയോജനങ്ങളും വലുതാണ്. ഇങ്ങനെ ഈ H1B വിസ മൂലം പല ആൾക്കാരും ഇവിടെ പോയതുകൊണ്ട്. പക്ഷെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു
ഒരു H1B വിസയ്ക്ക് ഒരു 1 crore വരെ കോസ്റ്റ് വരുന്ന സമയത്ത് പല കമ്പനികളും അതെടുക്കാൻ മടക്കും. അത് ഇൻഡിവിജ്വലായിട്ട് എടുക്കാൻ അല്ലെ അതിന്റെ കോസ്റ്റ് പേ ചെയ്യാൻ സാധാരണ ആൾക്കാർക്ക് സാധിക്കത്തില്ല. അപ്പൊ അത് റിസ്ട്രിക്റ്റ് ആവും. കാര്യം ഇനി H1B വിസ മൂലം അങ്ങോട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണം കുറയും. അത് തന്നെയാണ് ആവശ്യം. ഇനി അഥവാ പോവാണെങ്കിൽ അത് എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് വരുമാനം ഉണ്ടാകണമെന്നുള്ളതാണ്. അപ്പം അത് റെസ്ട്രിക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഉദ്ദേശം. അത് ബാൻ ചെയ്യുന്നതിന് പകരം അത് ഒരു രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അതിനെ റെസ്ട്രിക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യക്കാർക്കായിരിക്കും അത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാകുന്നത്. അതുപോലെ ഇപ്പം ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള പ്രൊട്ടസ്റ്റ് ഇന്ത്യൻസിന് അഗൻസ്റ്റ് ആണ്. ഒരു റേഷ്യലാണെന്ന് പറയാം. പക്ഷെ റേഷ്യലിനേക്കാൾ കൂടുതൽ അതൊരു എക്കണോമിക്കലായിട്ടുള്ള ഫാക്ടറും ഒക്കെയാണ്, ആക്ച്വലി കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ രണ്ടാമത് നമ്മളെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോർമലി യൂറോപ്യൻ രാജ്യങ്ങൾ അത്രമാത്രം ഇന്ത്യൻസ് ഒന്നും കുടിയേറി പറഞ്ഞാൽ കഷ്ടം ഉണ്ട്. പക്ഷെ UK അത്യാവശ്യം നല്ലപോലെ ഇന്ത്യൻസ് പോകുന്നുണ്ട്. അപ്പൊ അവിടെയും ഈ പറഞ്ഞ പോലെ കുടിയേറ്റത്തിന് അഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു വികാരം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അത് വരും കാലങ്ങളിൽ അത് ഈ പറഞ്ഞ പോലെ അവിടോട്ടുള്ള ഇതും കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കത്തില് ഇന്ത്യൻസിനെ ഇത് ഇമ്പാക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ഇന്ത്യൻസിനെ സ്വീകരിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾക്ക് ഒരു രീതിയിൽ വേറെ രീതിയിൽ അത് ഇമ്പാക്ട് ആകും. കാരണം അവർ നല്ല ടാലന്റ് പിന്നെ ഇന്ത്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് ഇല്ലാതാവുമ്പോൾ അത് പല രീതിയിൽ അവരെ അഫക്ട് ചെയ്യും എന്നുള്ളതാണ് ശരി. പിന്നെ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഇതല്ലാതെ തന്നെ ഇപ്പൊ സാധാരണ ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നാണ് ഡെവലപ്ഡ് കൺട്രീസിലേക്ക് പോകുന്ന ആൾക്കാരിൽ അവർക്ക് അഗൻസ്റ്റായിട്ടാണ് ഈ വികാരം ഉണ്ടാകുന്നത്. നമ്മളിപ്പോ ആന്റി ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ അത് കൂടുതലും ഡെവലപ്ഡ് കൺട്രീസിലാണ് നടക്കുന്നത്. കാര്യം ഈ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ അവിടെ കൂടുതൽ വരുമാനത്തിന് വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കത്തി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതല്ലാത്ത മറ്റേ ഡെവലപ്പിംഗ് കൺട്രീസിലും ഈ പറഞ്ഞ പോലെ ചില നടക്കുന്നുണ്ട്. പക്ഷെ അത് കൂടുതൽ എക്കണോമിക്കലിനേക്കാൾ കൂടുതൽ എത്നിസിറ്റി അല്ലെ എത്നിക് കമ്മ്യൂണിറ്റി, അതായത് അവിടുത്തെ റേസിലായിട്ടുള്ള കാര്യങ്ങൾ, റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ബേസിലെ എതിർപ്പുകളുണ്ട്. നമുക്കിപ്പോ കാണാം, ഇപ്പം സിറിയയിൽ ഉണ്ടായിരുന്ന സിവിൽ വാർ, അങ്ങനെ മിഡിൽ ഈസ്റ്റ് ഉണ്ടായിരുന്ന ഇതൊക്കെ ആ ഒരു രീതിയിലുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് ആൾക്കാർ ആക്ച്വലി അഭയാർത്ഥികളായിട്ട് യൂറോപ്പിലൊക്കെ പോയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഈ റോഹിംഗ്യാസ് ഫോർ എക്സാമ്പിൾ, ഈ മ്യാൻമാർ പഴയ ബർമയിലെ റോഹിംഗ്യാസ് എന്ന് പറയുന്ന ആൾക്കാര് അവിടെ നിന്ന് നിഷ്കാസിതരായപ്പെട്ടു. അവർ ബംഗ്ലാദേശ് വന്നു. ബംഗ്ലാദേശിന് കുറെ പേര് ഇന്ത്യയിൽ വന്നു. പക്ഷെ അവർക്ക് ആരും ഒരു അസൈലം കൊടുക്കുന്നില്ല എന്നല്ല, അവരെ പുറത്താക്കുകയാണ് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ അത് പ്യൂർലി റേഷ്യൽ അല്ലെങ്കിൽ എത്നിക്കായിട്ടുള്ള ഒരു കാരണം കൊണ്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെ അതാണ് ഈ കുടിയേറ്റത്തെ പറ്റിയുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പൊ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇത് എങ്ങനെയാണ് ഇത് കുടിയേറ്റത്തിന് അഗൻസ്റ്റായിട്ട് നിലനിൽക്കുന്ന രാജ്യങ്ങളെ ഇതെങ്ങനെ ബാധിക്കും, മറ്റുള്ള രാജ്യങ്ങളെ, ഇപ്പൊ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലെ പിന്നെ ചൈന അതുപോലുള്ള രാജ്യങ്ങളാണ് വളരെയധികം ആൾക്കാരെ കുടിയേറിക്കൊണ്ടിരിക്കുക, മറ്റുള്ള രാജ്യങ്ങൾ കുടിയേറും. അവരെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും എന്നൊക്കെ നമുക്ക് വരും കാലങ്ങളിൽ കാണാം. വീഡിയോ ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ഞങ്ങള് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇനി തുടർന്നും ആ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.